ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ല അടിപൊളി ഒരു ദോശ റെസിപ്പിയാണ്. നല്ല മണവും നല്ല രുചിയൊക്കെ ഉള്ള, നമ്മൾ ഹോട്ടലിൻ്റെ മുന്നിലൊക്കെ പോയി നിൽക്കുമ്പോൾ ദോശ ചുടുന്ന ഒരു നല്ല മണം വരില്ലേ, അങ്ങനെയുള്ള ഒരു മണമുള്ള ഒരു ദോശയാണ്. ആ മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിനകത്തൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഞാനിപ്പോൾ ആദ്യമായിട്ട് പച്ചരി എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇഡ്ഡലി റൈസ് ആയാലും മതി. അപ്പം ഞാനിവിടെ 3 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പച്ചരിയാണ്. ഇനി 3 കപ്പ് പച്ചരിക്ക് ഞാൻ 1 കപ്പ് ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ദോശയ്ക്ക് ഒരു ഗോൾഡൻ കളറും നല്ലൊരു മണവും കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഇത് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് കുതിരാൻ വയ്ക്കാം. അപ്പോൾ അരി അരയ്ക്കാനോട് ഞാൻ ഈ കുതിരാൻ വയ്ക്കുന്ന വെള്ളം തന്നെയാണ് എടുക്കുന്നത്. അപ്പം 3 കപ്പ് പച്ചരി 1 കപ്പ് ഉഴുന്ന് ഇട്ടതിന് ഞാൻ 5 കപ്പ് വെള്ളമാണ് കുതിരാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇപ്പോഴല്ല, നമ്മൾ അരയ്ക്കുന്ന നേരത്താണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കുതിരട്ടെ. ഒരു 4 തൊട്ട് 5 മണിക്കൂർ വരെ കുതിർന്നാൽ അരി അരയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ അപ്പോൾ നമ്മുടെ അരി ഇവിടെ നല്ലോണം കുതിർന്നിട്ടുണ്ട്. അപ്പോൾ അരി അരയ്ക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ നമുക്ക് ഇതിൽ ചേർക്കാനുള്ള ഒരു സാധനം കൂടെ കുതിരാൻ വയ്ക്കാം. ഞാൻ അപ്പം നമ്മൾ ആ അരി ഉഴുന്ന് കളന്ന അതേ ഗ്ലാസ്സിന് 1/2 കപ്പ് നിറച്ചെടുക്കണ്ട, 1/2 കപ്പ് കുറച്ച് എടുത്തിട്ട് വെള്ള അവിലാണ് എടുത്തിരിക്കുന്നത്. അവിൽ നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് കുതിരാൻ വയ്ക്കാം. ഇതൊരു 10 മിനിറ്റ് കുതിർന്നാൽ മതിയാകും. ചുമന്ന അവിലാണെങ്കിൽ കുതിരാൻ കുറച്ച് താമസം ഉണ്ടാവും. അപ്പം നമ്മുടെ അരി ഉഴുന്നും അവിലൊക്കെ ഇവിടെ കുതിർന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള അരി ഉഴുന്നും നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് നമ്മൾ കുതിരാൻ വെച്ച ആ വെള്ളത്തിൽ തന്നെ അരയ്ക്കണം കേട്ടോ. അപ്പോൾ ഇഡ്ഡലിക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവും. ഇഡ്ഡലിക്ക് എല്ലാ ദോശയ്ക്ക്. അപ്പോൾ ആദ്യം ഇട്ടത് അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ അരി ഉഴുന്ന് മുഴുവനും ഒന്ന് അരച്ചെടുക്കാം. 2 പ്രാവശ്യമായിട്ട് അരി ഉഴുന്ന് മുഴുവനും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിൽ അരച്ചെടുക്കാം. അവിൽ മാത്രമല്ല, അപ്പം നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ അവിൽ നല്ലോണം കുടിച്ചിട്ടുണ്ട്. ഇനി അവിലിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഉഴുന്ന് അരിയൊക്കെ കളന്ന അതേ പാത്രത്തിൽ 1/2 കപ്പ് തികച്ച് വേണ്ട, 1/2 കപ്പിൽ കുറവായിട്ട് ചോറും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിയും ഉഴുന്നും കുതിരാനിട്ട് ആ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അവിലും ചോറും നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ നമുക്ക് ഈ മാവിലോട്ട് ചേർത്ത് കൊടുക്കാം. ലേശ വെള്ളം കൂടെ ഞാൻ മിക്സിയുടെ ജാറ് കഴുകി ഒഴിക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. രാവിലെ ചേർക്കുന്നവർ രാവിലെ ചേർത്താൽ മതി. ഞാൻ രാത്രി തന്നെ കലക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാറുണ്ട്. എന്നിട്ട് ഒരു സ്പൂണിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. സ്പൂണിട്ട് ഇളക്കിയാൽ മാത്രം മാവ് നല്ലോണം പുളിച്ച് പൊങ്ങില്ല. നമ്മൾ കൈ വെച്ച് തന്നെ ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എങ്കിലേ മാവ് നല്ലോണം പുളിക്കുള്ളൂ. ഏത് മാവായാലും നമ്മൾ കലക്കുന്നതിന് മുന്നേ കൈയിട്ട് നല്ലോണം ഒന്ന് കലക്കി യോജിപ്പിക്കാൻ ശ്രമിക്കണം. അപ്പോൾ എനിക്കത് ചെറിയ പാത്രമായിട്ട് തോന്നി, കാരണം മാവ് പുളിച്ച് പൊന്നുമ്പോൾ കുറച്ചുകൂടെ ഇടം വേണമല്ലോ. അപ്പം ഞാനതൊരു കലത്തിലോട്ട് മാറ്റിയ ചെരുവത്തിന്ന്. ഇനി മാവ് പുളിക്കട്ടെ. ഞാൻ ഓവർനൈറ്റ് രാത്രി മുഴുവനും മാവ് പുളിക്കാൻ വെച്ചിട്ടുണ്ട്. രാവിലെ എടുത്തപ്പം മാവ് നല്ലോണം പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഒഴിച്ച വെള്ളമൊക്കെ കണക്കായിരുന്നു. അപ്പോൾ ദോശമാവിൻ്റെ അരി തന്നെ മാവുണ്ട്. അപ്പോൾ ഇനി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. മാവ് കട്ടിയായിരുന്നാൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒത്തിരി കട്ടിയല്ല, ഒത്തിരി ലൂസും അല്ലാത്ത പോലെ എടുക്കണം. അപ്പോൾ ദോശക്കല്ല് അടുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലോണം എണ്ണ തേച്ച് കൊടുക്കാം. ഇനി ദോശയ്ക്കുള്ള മാവ് ഒഴിച്ച് കൊടുക്കാം. നല്ലോണം പരത്തി കൊടുക്കുക, മൂടി വെച്ച് വേവിക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി ദോശയുടെ ചുറ്റിനും ലേശ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് ഓരോരുത്തരുടെ ഓപ്ഷനിലാണ് കേട്ടോ. ദോശയ്ക്ക് എണ്ണ ഒഴിക്കാതെ ചുടുന്ന ആൾക്കാരും ഉണ്ടാവും. ഇനി ലേശം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇത് മറിച്ചിട്ട് ഉപയോഗിക്കുന്നവർക്ക് മറിച്ചിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എടുത്താലും ദോശ നല്ലോണം വെന്തിട്ടുണ്ടാവും.
ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദോശ നല്ല ഗോൾഡൻ കളറിലാണ്. നമ്മൾ ഉലുവ ചേർക്കുന്നില്ലേ, അതുകൊണ്ടാണ് ആ നല്ല ഗോൾഡൻ കളർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ദോശ ആവശ്യമുള്ള രീതിയിൽ ചുട്ടെടുക്കാം. അപ്പോൾ ഈ ദോശയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.